നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഈ പല ഭാഗങ്ങളിലൂടെയും പല രീതികളിലൂടെയും ആകാം. അത് പിന്നെ പറയാനുണ്ടോ? നിന്നുകൊണ്ടൊരു പെണ്ണുമായി ബന്ധപ്പെടാം, പക്ഷേ ശുക്ലം കയറ്റാൻ പാടില്ല, ഇന്ദ്രിയസ്ഖലനം ഉണ്ടാക്കാൻ പാടില്ല. ആളെ മാറ്റി കഷ്ടപ്പെട്ടത് വെറുതെ ആയി. നിന്നുകൊണ്ട് അങ്ങനെ ബന്ധപ്പെടുന്നതിനെ അലി റളിയല്ലാഹു അൻഹു എതിർക്കുന്നതായിട്ട് ചില സന്ദർഭങ്ങളിൽ കാണാം. കാരണം എന്താണ്? അതിലൂടെ മറ്റ് ചില ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടാകും. ഇനി നമ്മൾ എന്ത് ചെയ്യുമല്ല. പക്ഷേ ഞാൻ ചെറിയ ബുദ്ധിയിൽ ഒരു കാര്യം തോന്നുന്നുണ്ട്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിന്നുകൊണ്ടാകാം. നീ ആള് കൊള്ളാമല്ലോടാ അപ്പക്കാളെ. അതല്ലാത്ത ശാരീരികമായി ബന്ധപ്പെടുമ്പോൾ ഇന്ദ്രിയസ്ഖലനം ഉണ്ടാകുമ്പോൾ അത് കിടന്നുകൊണ്ട് തന്നെയായിരിക്കണം എന്നാണ് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ ഭൂമിയാണ്, നിങ്ങളുടെ ജാഗയാണ്, നിങ്ങൾ ഇഷ്ടമുള്ളതുപോലെ ആകാം. അത് പിന്നെ ഞാൻ ഒരുത്തം മാത്രം വിചാരിച്ചാ മതിയോ? എങ്ങനെയാണത്? മിൻ ഖൽഫിൻ, പുറകിലൂടെയോ, വഖായിമത്തിൻ, നിന്നുകൊണ്ടോ, വബാരികത്തിൻ, മുട്ടുകാലിൽ നിന്നുകൊണ്ടോ, വഖാഇദത്തിൻ, ഇരുന്നുകൊണ്ടോ, വമുസ്തൽഖിയത്തിൻ, മലർത്തി കിടത്തിയോ, വാസു ഇവൻ ഞാൻ ഉദ്ദേശിച്ചതിനെക്കാളും തറയാണല്ലേ തത്തറ, വമുൽതജിഅത്തിൻ, ചരിച്ചു കിടത്തിയോ, വലിയ വെടി ചെറിയ വെടി, വമുഖ്ബിലത്തിൻ, മുൻഭാഗത്തിലൂടെയോ, വമുദ്ബിറത്തിൻ, പിൻഭാഗത്തിലൂടെയോ. അതാണ് എന്റെ വിജയം. ഇലാ മൗളിഇൻ ഫീ മൗളിഇൻ വാഹിദിൻ, പക്ഷേ ദ്വാരം ഒന്നേ ആകാവൂ. മൈക്കിൽ കൂടെ വിളിച്ചു പറയാതെ വെടിവഴിപാട് നടത്താൻ പറ്റുമോ? വിളിച്ചു പറയാതിരുന്ന ഫലം കുറയും. പക്ഷേ ദ്വാരം ഒന്നേ ആകാവൂ. പരിശുദ്ധ ഇസ്ലാം. ഇതൊന്നും ഞാൻ എഴുതുന്നതല്ല, എന്നെ കൊണ്ട് എഴുതിപ്പിക്കുന്നതാ. അദ്ദേഹത്തിന്റെ ബാക്കി കഴിവുകളെ കുറിച്ച് നമ്മൾ എവിടെ സെർച്ച് ചെയ്യണ്ടോറാ? വിക്കിപീഡിയയിൽ സെർച്ച് ചെയ്യാൻ